കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ശ്രീ ദുർഗായൈ നമഃ. നമ്മൾ 45-ാമത്തെ ശ്ലോകം ചെയ്ത് നിർത്തിയപ്പോൾ അതിലെന്താ പറഞ്ഞത്? ഈ ഭഗവതി ശരിക്ക് ബന്ധനത്തിന് കാരണമായിട്ടുള്ള ശക്തിയാണ്. ബന്ധനത്തിൽ നിന്ന് മുക്തമായിട്ട് മുക്തി തരുന്ന ശക്തിയാണ്. രണ്ടുമാണ് ഒരേ സമയത്ത് തന്നെ നമ്മളെ ബന്ധിപ്പിക്കുകയും മുക്തി, അതായത് ബോണ്ടേജും ലിബറേഷനും ഭഗവതി കാരനാണെന്ന്. മായ കാരണമാണ് നമ്മളെ ബോണ്ടേജ്, അതായത് ബന്ധനം, ലിബറേഷൻ, മുക്തി, അത് പറഞ്ഞു. പിന്നെന്താ, മായ, ഈ യോഗമായ തന്നെയാണ് വിദ്യാസ്വരൂപിണിയായും അവിദ്യാസ്വരൂപിണിയായിട്ടും പ്രതിഷ്ഠപ്പെടുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് എന്ത്, പിന്നെ പ്രസന്ന വരദ ഭവ പറഞ്ഞില്ലേ. അതായത് നമുക്ക് ബന്ധനം ഉണ്ടാക്കേണ്ടത് ശരിയാണ്, പക്ഷേ പ്രസാദിച്ചാലോ എന്ത് വരം നൽകുന്ന. അതുകൊണ്ടാണ് രണ്ട് ശക്തി ഉണ്ട്. പക്ഷെ ആ മായാശക്തി ഇല്ലെങ്കിൽ ലോകം മുമ്പിലേക്ക് പോവില്ലല്ലോ. എല്ലാവരും വിരക്തി വന്ന് കുട്ടിക്കാലം തൊട്ടായ പിന്നെ ഒന്നും ഇവിടെ നടക്കില്ലല്ലോ. അപ്പോൾ നമുക്കതിന്ന് ഇനി ഒരിക്കലും ഇവിടേക്ക് തിരിച്ചു വരാനുള്ള വിധത്തിലുള്ള മോക്ഷം കിട്ടാനും ഭഗവതി സഹായിക്കും. നമ്മളെ ബന്ധനത്തിൽ ഇട്ടിട്ട്, എന്തിനാ ബന്ധനത്തിലിടണമെന്ന് വെച്ചാൽ നമ്മുടെ പൂർവ്വജന്മ കർമ്മഫലം അനുഭവിച്ച് തീർക്കാനാണ് നമ്മളെ. അല്ലാണ്ട് ഭഗവതിക്ക് ദുഷ്ടത ഉണ്ടായിട്ടൊന്നുമല്ല. നമുക്ക് പൂർവ്വജന്മത്തിലത്തെ ഫലങ്ങൾ നശിപ്പിച്ചിട്ടല്ലാതെ നമുക്ക് പിന്നെന്താണ് പ്രാരബ്ധകർമ്മം കഴിഞ്ഞിട്ടല്ലാണ്ട് മുക്തി കിട്ടില്ലല്ലോ. അപ്പോൾ ഭഗവതി തന്നെ നമ്മളെ ആ മായയെ തരണം ചെയ്ത് ഭഗവാനെ പ്രാപിക്കാനും സഹായിക്കുന്നത് നമ്മൾ പറഞ്ഞു നിർത്തിയതല്ലേ. ഇനി നമുക്ക് 46 വായിക്കാം കേട്ടോ. ഭഗവൻ കാഹി സാ ദേവി മഹാമായേദിയം ഭവാൻ ബ്രവീതി കഥമുത്പന്ന കർമ്മചാസ്യാശ്ച കിം ദ്വിജ. എന്താണ്, രാജാവിന് ഈ വിഷ്ണുമായ ദേവിയുടെ പ്രഭാവം അല്ലെങ്കിൽ മഹത്വം കേട്ടിട്ട് വളരെ അത്ഭുതമായി. അപ്പോൾ ചോദിക്കുകയാണ് ഭഗവൻ, ഹേ ഭഗവാനെ, സുമേധസ് മഹർഷി സംബോധന ചെയ്തിട്ട്, അങ്ങ് എന്താ ഭവാൻ, അങ്ങ് മഹാമായ ഇതി യം ബ്രവീതി, മഹാമായ എന്ന് ഏതൊരു ശക്തിയെ പറഞ്ഞുവോ, സാ ദേവി കാഹ, ആ ദേവി ആരാകുന്നു, സാ കഥമുത്പന്ന, ആ ദേവിയുടെ ജനനം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഉണ്ടായത് എങ്ങനെയാണ്, ഉൽപ്പത്തി എങ്ങനെ ഉണ്ടായി, ആ ദേവി എങ്ങനെ ഉദ്ഭവിച്ചു, കർമ്മച അസ്യാഹ കിം ദ്വിജ, ഹേ മഹർഷേ, ദ്വിജ പറഞ്ഞ ബ്രഹ്മജ്ഞാനി, ഹേ മഹർഷേ, ആ ദേവിയുടെ പ്രവൃത്തികൾ എന്തൊക്കെയാണ്, പരാക്രമങ്ങൾ എന്തൊക്കെയാണ്, എനിക്കിതൊക്കെ അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ഇതിനു മുമ്പ് അങ്ങ് പറഞ്ഞുല്ലോ ഭഗവാന്റെ യോഗനിദ്രയാണെന്ന് പറഞ്ഞുല്ലോ, എനിക്കിതിനെ പറ്റിയൊക്കെ വിസ്തരിച്ച് കേൾക്കാൻ വളരെ ആഗ്രഹമുണ്ട് എന്നാണ് പറഞ്ഞത്. അതായത് ഇത് കേട്ടപ്പോൾ ശരിക്കും ഇങ്ങനെ ഈ മായ കൊണ്ടാണ് അതൊക്കെ ഉണ്ടാവണമെന്നും ഇല്ലാണ്ടാക്കാനും മായയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അത്ഭുതമായി. അറിയില്ല സുരഥന്, നമ്മളെപ്പോലെ തന്നെ അത്ഭുതമായിട്ട് ചോദിക്കുക, എനിക്ക് കുറച്ചും കൂടി വിസ്തരിച്ച് അതൊക്കെ ഒന്ന് പറഞ്ഞു തരൂ, എങ്ങനെ ഈ ദേവി ആരാണ്, പിന്നെ എന്താണ്, എങ്ങനെയാണ് ജനിച്ചത്, ഉത്ഭവം ഉണ്ടായത്, എന്തൊക്കെയാണ് ദേവിയുടെ പരാക്രമങ്ങളും പ്രവൃത്തികളും, എങ്ങനെയൊക്കെ ലോകത്തിൽ വിളയാടുന്നു, ഇതൊക്കെ ചോദിച്ചു. ഇനി 46 വായിച്ച് 47ലേക്ക് പോവാം. ഭഗവൻ കാഹി സാ ദേവി മഹാമായേതി യാം ഭവൻ ബ്രവീതി കഥം ഉത്പന്ന, ഉത്പന്ന എങ്ങനെ ജനിച്ചതെന്ന് ചോദിക്കുകയാണേ, അത് പറയൂ എന്ന് പറയാം. കർമ്മചാസ്യാശ്ച കിം ദ്വിജ, കർമ്മങ്ങൾ എന്തൊക്കെയാണ് ഭഗവതരെ. ഇനി 47, യസ് സ്വഭാവ ച സാ ദേവി യസ് സ്വരൂപ യദുദ്ഭവ തത്സർവം ശ്രോതുമിച്ഛാമി ത്വത്തോ ബ്രഹ്മവിദം വരാം. എന്താ പറയണേ, സാ ദേവി യത് സ്വഭാവ, ആ ദേവിയുടെ സ്വഭാവം എന്താണ്, സ്വഭാവം എന്താണ്, ഏത് രൂപത്തിൽ ഏത് ഭാവത്തിലാണ് ആ ദേവി, അത് പറഞ്ഞു തരൂ.
യത് സ്വരൂപ, എന്ത് കണ്ടാൽ എങ്ങനെ ഇരിക്കും സ്വരൂപം ദേവിയുടെ? യത് ഉദ്ഭവ, എങ്ങനെ ഉദ്ഭവിച്ചു? തത് സർവം ത്വത്തഹ ശ്രോതുമിച്ഛാമി, ഇതൊക്കെ എനിക്ക് അങ്ങയിൽ നിന്ന്, ത്വത്തഹ എനിക്ക്, സത് സർവം അതൊക്കെ അങ്ങയിൽ നിന്ന് കേൾക്കാൻ, ശ്രോതും വെച്ചാൽ കേൾക്കാൻ, ഇച്ഛാമി ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് പിന്നെ എന്താ അതിൽ പിന്നെ സംബോധന ചെയ്യണ? ഹേ ബ്രഹ്മവിദാം വരാന്നാണ്. അതായത് ബ്രഹ്മജ്ഞാനികളിൽ വെച്ച് ശ്രേഷ്ഠനാണ് സുമേധസ്. ഞാൻ പറഞ്ഞില്ലേ വേറൊരു ദിക്കിൽ വസിഷ്ഠനാണെന്നൊക്കെ കണ്ടു, അപ്പോൾ പിന്നെ പറയാനില്ല. അപ്പോൾ ബ്രഹ്മജ്ഞാനികളിൽ ശ്രേഷ്ഠനാവുകൊണ്ടാണ് ബ്രഹ്മവിദാം വര, ബ്രഹ്മം അറിയണ ആൾ, അതായത് ബ്രഹ്മത്തിനെ അറിഞ്ഞ ആൾ. അങ്ങനെ ബ്രഹ്മത്തിനെ അറിഞ്ഞ ആൾക്കാരിൽ ഏറ്റവും ശ്രേഷ്ഠൻ അതാണ്. ബ്രഹ്മം എന്താ അറിയോ? വേദമെന്നും പരബ്രഹ്മെന്നും അർത്ഥമുണ്ടത്രേ. ബ്രഹ്മം എന്നുള്ളതിന് വേദം എന്നും അർത്ഥമുണ്ട്, പരബ്രഹ്മം എന്നും അർത്ഥമുണ്ട്. അപ്പോൾ രണ്ടിലും ജ്ഞാനമുള്ള ആളാണ്. വേദം പഠിക്കും ചെയ്തിരുന്നു, ആ വേദം പഠിച്ച് ജ്ഞാനം ഉറയ്ക്കും ചെയ്തിരുന്നു, ആ പരമാത്മജ്ഞാനം ലഭിക്കുകയും ചെയ്തിരുന്നു. വേദം രണ്ടും അറിയാമെന്ന്. അപ്പോൾ അതുപോലെ തന്നെയാണല്ലോ ദേവിയും വേദത്താൽ അറിയപ്പെടുന്നവൾ എന്നാണ് പറയുക. അപ്പോൾ മഹർഷിക്ക് വേദവും അറിയാം, പിന്നെ ബ്രഹ്മജ്ഞാനം ഉണ്ടെങ്കിൽ പിന്നെ ദേവിയെ പറ്റി അറിയാൻ എന്താ പ്രയാസം? അതുകൊണ്ടാണ് ചോദിക്കണം. അപ്പോൾ ദേവിയുടെ സ്വഭാവം അറിയണം. അതായത് ഇപ്പോൾ അനുഗ്രഹിക്കുന്ന സ്വഭാവമാണോ, ഉപദ്രവിക്കുന്ന സ്വഭാവമാണോ, അല്ലെങ്കിൽ നിഗ്രഹിക്കുന്ന സ്വഭാവമാണോ ഒക്കെ അറിയണം. ആർക്ക്? സുരഥന്. അല്ല, സുരഥനും സമാധിക്കും. അപ്പോൾ ദേവിയുടെ സ്വഭാവം ഒന്ന് പറഞ്ഞു തരൂ. അനുഗ്രഹിക്കുകയാണോ ചെയ്യുക, ഉപദ്രവിക്കുകയാണോ ചെയ്യുക, നിഗ്രഹിക്കുകയാണോ ചെയ്യുക, സഹായിക്കുകയാണോ ചെയ്യുക, എന്താ ചെയ്യുന്നത്? പിന്നെയോ സ്വരൂപം എന്താണ്? അതായത് കുറച്ച് അതും കൂടി ഉണ്ട് കേട്ടോ. സ്വരൂപം എന്ന് പറയുമ്പോൾ കണ്ടാലത്തെ മാത്രമല്ല, അതായത് സത്വഗുണപ്രധാനിയാണോ, രജോ ഗുണപ്രധാനിയാണോ, തമോ ഗുണപ്രധാനിയാണോ? ഈശ്വരന്മാരും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. കാരണം അവർക്ക് എന്ത് ചെയ്യണം എന്നനുസരിച്ചിട്ട് അവർക്ക് ആ ഗുണം സ്വീകരിക്കാം. ഇപ്പം ബ്രഹ്മാവിന് രജോ ഗുണം ഇല്ലാണ്ട് സൃഷ്ടി നടക്കില്ല. രജോ ഗുണത്തിൻ്റെ ഒരു എന്താ പറയുക ലക്ഷണം തന്നെ എന്ന് വെച്ചാൽ വളരെ ആക്റ്റീവായിരിക്കണതാണ്. അപ്പോൾ ബ്രഹ്മാവിന് രജോ ഗുണം ഇല്ലെങ്കിൽ സൃഷ്ടി നടക്കില്ലല്ലോ. അപ്പോൾ ബ്രഹ്മാവിന് രജോ ഗുണം കൊടുത്തിട്ടുണ്ട്, രജോ ഗുണം പ്രധാനിയാക്കിയിട്ടുണ്ട്. ബാക്കി രണ്ട് ഗുണങ്ങളും ഉണ്ട് കേട്ടോ. എല്ലാപ്പോഴും രജോ ഗുണം ഉണ്ടാവില്ല, എന്താ അറിയോ? ഇവരൊക്കെ സത്വഗുണം തന്നെയാണ്. പക്ഷേ സൃഷ്ടിയുടെ സമയത്ത് രജോ ഗുണം സ്വീകരിക്കാതെ പറ്റില്ല. അപ്പോൾ സൃഷ്ടി ചെയ്യുന്ന സമയത്ത് രജോ ഗുണ പ്രധാനിയാവും. പിന്നെ ഭഗവാൻ സത്വഗുണ പ്രധാനിയാണ്, പാലനല്ലേ വേണ്ടു, സ്ഥിതി അല്ലേ നോക്കണ്ടു, അല്ലേ? സൃഷ്ടി കഴിഞ്ഞു, പിന്നെ സ്ഥിതി പരിപാലനല്ലേ വേണ്ടു. പിന്നെ ശിവന് സംഹാരത്തിൻ്റെ സമയത്ത് സ്വതവേ സത്വമൂർത്തിയാണ് കേട്ടോ ശിവൻ. പക്ഷേ സംഹാരത്തിൻ്റെ സമയത്ത് തമോ ഗുണപ്രധാനിയാവാതെ പറ്റില്ലേ. അവനവൻ്റെ എന്താണ് ആ ഒരു പിന്നെ ഡ്യൂട്ടി അതനുസരിച്ചിട്ടുള്ള ഗുണം ഇല്ലെങ്കിൽ പ്രവർത്തിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഒരു തമോ ഗുണം ഇല്ലെങ്കിൽ എങ്ങനെ ഇപ്പോൾ ഒരാളെ കൊല്ലുകയൊക്കെ ചെയ്യുക? അപ്പോൾ സംഹാരമാണല്ലോ. സംഹാരരുദ്രനായിട്ടുള്ള സമയത്ത് തമോ ഗുണപ്രധാനിയാണ്. അല്ലെങ്കിൽ ഒക്കെ വളരെ സാത്വികൻ ശാന്തനാണല്ലോ ശിവൻ. അതേപോലെയാണ്. അപ്പോൾ ചോദിക്കുകയാണ് സുരഥനി, എന്ത് സ്വഭാവമാണ്? സ്വരൂപം എന്താ? സ്വരൂപം വെച്ചാൽ മോസ്റ്റ്ലി കാണാൻ മാത്രമല്ല, കാണാനും, അതായത് ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള രൂപം ആവാലോ വേണമെങ്കിൽ, അപ്പോൾ കാണാനും ആവാം. പക്ഷെ മോസ്റ്റ്ലി ഇതിൻ്റെ അർത്ഥം സത്വഗുണപ്രധാനിയാണോ, രജോ ഗുണപ്രധാനിയാണോ, തമോ ഗുണപ്രധാനിയാണോ എന്ന് ചോദിക്കുകയാണ്. പിന്നെ എങ്ങനെ ജനിച്ചു എന്നും എനിക്ക് പറഞ്ഞു തരൂ, എനിക്കതൊക്കെ അറിയാൻ വളരെ ആഗ്രഹമുണ്ട്. അങ്ങക്കിതൊക്കെ അറിയാമെന്ന് എനിക്കറിയാം, കാരണം ബ്രഹ്മവിദാം വരനാണ് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് 47 വായിച്ച് 48 പോവാം. യത് സ്വഭാവാച സാ ദേവി യസ്വരൂപായദുദ്ഭവാം തത് സർവം ശ്രോതുമിച്ഛാമി ത്വത്തോ ബ്രഹ്മവിദം വര. നമുക്കും അങ്ങനെയൊക്കെ തോന്നൂല. ദേവി എപ്പോഴും വലിയ ഉഗ്രമൂർത്തിയെന്ന് പറയുമ്പോൾ നമുക്കൊരു പേടി. പക്ഷെ അതൊന്നുമല്ല, പ്രസന്ന വരദ ഭവേണ്. പ്രസന്നയാൽ വളരെ സൗമ്യമായിട്ടുള്ളതൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടല്ലോ. അതുപോലെ തന്നെ സുരഥനും സമാധിയും ചോദിക്കണത് ഈ 48. നിത്യൈവ സാ ജഗത്സൂതീം, അല്ല, നിത്യൈവ സാ ജഗസ്മൃതീം തയാ സർവമിദം തതം തഥാപി തത് സമുത്പത്തിർ ബഹുധാ ശ്രൂയതാം മമ. എന്താണ് ഇതിൽ പറയണ വെച്ചാൽ 48 അല്ലേ? അതെ. മഹർഷി പറയണം. അപ്പോൾ പറഞ്ഞല്ലോ വിസ്തരിച്ച് പറയണം എങ്ങനെയുള്ളവളാണ് ദേവി എന്ന്. ആദ്യം പറഞ്ഞ എന്താ അറിയോ? നിത്യ ഏവാസ, നിത്യാണ്. ഭഗവതി ഇല്ലാത്ത കാലമില്ല.
അതായത് ഭഗവാനെ പോലെ തന്നെ, അതായത് ഭഗവാനുള്ള ഭഗവാന്റെ ശക്തിയായിട്ടുള്ള മായ ഉണ്ടല്ലോ. അപ്പം നിത്യമാണ്. അതായത് ഭൂതത്തിലും ഭാവിയിലും വർത്തമാനത്തിലും എല്ലാം ഒരുപോലെ നിൽക്കണ സനാതന ശക്തിയാണ് ഭഗവതി. അതാണ് നിത്യ പറഞ്ഞ ജനനവും മരണമൊന്നുമില്ല നമുക്കുള്ള പോലെ. ജനനമരണങ്ങൾക്കൊക്കെ അതീതയായിട്ടുള്ള നിത്യയാണ് ദേവി. നിത്യായവാസ. പിന്നെയോ ജനനമരണങ്ങളില്ല. ജഗത് സൂതി. ജഗത്ത് ദേവിയാൽ സൂതി എന്നാണ് കേട്ടോ, സ്മൃതി എന്നല്ല. എനിക്കിത് ഒട്ടും മനസ്സിലാവില്ല, അത്ര ചെറിയ അക്ഷര. ജഗത് സ്മൃതി, അതായത് ജഗത്ത് ദേവിയാൽ നിർമ്മിക്കപ്പെട്ടതാണ്. കാരണം ഭഗവാൻ ഈ യോഗമായെ ഉണർത്തിയപ്പോൾ നമ്മൾ ഭാഗവതത്തിൽ അത് കണ്ടുവല്ലോ. യോഗമായെ ഉള്ളിൽ ഉറങ്ങി കിടക്കണ യോഗമായെ എനർജി കൊടുത്ത് ഭഗവാന്റെ ശക്തി കൊടുത്ത് ഉണർത്തുമ്പോഴാണ് ഈ മായലത്തെ ഗുണങ്ങളൊക്കെ ഈക്വലിബ്രിയത്തിലായിരുന്നു. അതിൻ്റെ ഈക്വലിബ്രിയം ടിൽറ്റഡ് ആവും, അത് നഷ്ടപ്പെടും. അപ്പം അങ്ങോട്ട് മായ ക്ഷോഭിച്ച് എന്നിട്ടാണല്ലോ നമ്മൾ കണ്ടുവല്ലോ മഹത്വത്വം ഉണ്ടാവും, അഹങ്കാരം ഉണ്ടാവും. അഹങ്കാരം 3 പിരിയും. ആ 3 പിരിഞ്ഞ അഹങ്കാരത്തിൽ നിന്നാണ് ഈ ദൃശ്യപ്രപഞ്ചം മുഴുവൻ ഉണ്ടായത്. അപ്പോൾ ശരിക്ക് ദേവി തന്നെയാണല്ലോ സൃഷ്ടിച്ചത്. ബ്രഹ്മാവൊക്കെ പിന്നെ വരണേയുള്ളൂ. ആദ്യത്തെ ശക്തി ദേവിയാണ്. ആ മഹത്തത്വം എന്നുണ്ടല്ലോ, അതുണ്ടായത് ദേവി തന്നെയാണ്. പിന്നല്ലേ ബ്രഹ്മാവ് ഒക്കെ ഉണ്ടാവണത്. അപ്പോൾ ദേവി ജഗത് സ്തുതിയാണ്. ജഗത്ത് ദേവിയാൽ നിർമ്മിക്കപ്പെട്ടതാണ്. പിന്നെയോ ഇതം സർവം തയാതഥം. ഈ കാണുന്ന പ്രപഞ്ചത്തിലെല്ലാം നിറഞ്ഞിരിക്കണുണ്ട്. ഓൾ പെർവൈഡിങ്, സർവവ്യാപിയാണ്. നോക്കൂ, ഇതം സർവം തയാതഥം, എല്ലാ ദിക്കിലും നിറഞ്ഞിരിക്കേണ്ടെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഓൾ പെർവൈഡിങ് അല്ലെങ്കിൽ സർവവ്യാപി എന്നല്ലേ അർത്ഥം. സൂത്രേ മണിഗണ ഇവ എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഭഗവാൻ എല്ലാ ദിക്കിലും ഉണ്ട്. ഏതുപോലെ ഇപ്പോൾ ഒരു മാല എടുത്തു വെച്ചോളൂ, അതിലത്തെ നൂല് നമ്മൾ കാണുകയില്ല. അടുത്തടുത്തടുത്ത് കോർത്തിട്ടുള്ള പൂവാണെങ്കിലും മുത്താണെങ്കിലും നമ്മൾ ആ മാലയുടെ ഉള്ളിലത്തെ മുത്ത് കാണില്ല. മാല മാത്രമേ കാണുള്ളൂ അല്ലേ. പക്ഷെ ആ മുത്തിനെയൊക്കെ ചേർത്ത് നിൽക്കണത് ഏതാ? ആ നൂലല്ലേ. അതുപോലെയാണ് ദേവിയും ഭഗവാനും ഒക്കെ. ഭഗവാന്റെ ശക്തിയെ കൊണ്ട് ദേവി എന്ന് പറയാം. ദേവി സൂത്രേ മണിഗണ ഇവ എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞ പോലെയാണ്. ഒരു മാല ഉണ്ടെന്ന് ഇരിച്ചോളൂ, അതിൻ്റെ ആ മാല കോർത്ത ആ ചരട് അങ്ങോട്ട് വലിച്ചു പൊട്ടിച്ചാൽ എന്താ ഉണ്ടാവുക? ചിന്നിച്ചതറില്ലേ. അപ്പം ദേവി ഇല്ലാതെ ലോകമില്ല. എല്ലാ ദിക്കിലുണ്ട്, പക്ഷെ കാണില്ല. സട്ടിലാണ്, സൂക്ഷ്മരൂപത്തിലാണ്. അപ്പോൾ സൂത്രേ മണിഗണ എന്ന് ഭഗവാൻ പറഞ്ഞ പോലെ തന്നെയാണ് എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കേണ്ടത്. എല്ലാത്തിൻ്റെയും അടിസ്ഥാനമാണ്, സബ്സ്ട്രാറ്റം ആണ് ദേവി എല്ലാത്തിൻ്റെയും. തഥാ അപി തത് സമുത്പത്തി. എങ്കിലും ദേവിയുടെ ഉത്പത്തി, അതായത് ദേവി എങ്ങനെ ഉണ്ടായി, ശരിക്കും ഉൽപ്പത്തി അല്ല, എപ്പോഴും ഉള്ളതാണെന്ന് പറഞ്ഞല്ലോ, നിത്യമാണെന്ന്. എങ്കിലും ബഹുധ മമാശ്രൂയതാം, എന്നിൽ നിന്നും പല പ്രകാരത്തിലും കേട്ടോളൂ. ബഹുധ എന്ന് പറയണം. അതായത് ജഗത്ത് മുഴുവൻ ദേവിയാൽ നിർമ്മിക്കപ്പെട്ടത് തന്നെയാണ്. പക്ഷേ ദേവി ആരാലും നിർമ്മിക്കപ്പെട്ടതല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ ജഗത്ത് ദേവി ഉണ്ടാക്കി, പക്ഷെ ദേവി ആരാലും നിർമ്മിക്കപ്പെട്ടതല്ല, ഭഗവാന്റെ ശക്തിയാണ്. അതായത് ഈ ജഗത് മൂർത്തിയാണ്. പ്രപഞ്ചാകാരമായി നിൽക്കുന്നത് തന്നെ ഭഗവാന്റെ ശക്തിയാണ്. ഭഗവാനെന്ന് പറയാം, പക്ഷെ ഭഗവാന്റെ ശക്തിയായിട്ടുള്ള ദേവിയാണ് പ്രപഞ്ചാകാരമായി വിശ്വാകാരമായി നിൽക്കുന്നത്. പക്ഷേ ഭഗവാന്റെ ശക്തി ഇല്ലെങ്കിൽ ദേവി ഇല്ല കേട്ടോ. ഭഗവാൻ ആ പരമാത്മ ചൈതന്യം ഇല്ലെങ്കിൽ ദേവി ഇല്ല. അപ്പോൾ പക്ഷെ ജനനമില്ല. ഇപ്പം നമുക്കിങ്ങനെ ഇപ്പോൾ നോക്കൂ, തീയിൻ്റെ വെളിച്ചം അല്ലെങ്കിൽ ഒരു വിളക്കിൻ്റെ വെളിച്ചം എന്ന് പറഞ്ഞാൽ വിളക്കും വെളിച്ചവും വേറെ എന്ന് പറയുമോ? വിളക്കില്ലെങ്കിൽ വെളിച്ചമില്ല, പക്ഷെ വിളക്ക് തന്നെയാണല്ലോ വെളിച്ചം. അതുപോലെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ പ്രപഞ്ചാകാരമായി നിൽക്കുന്നത് തന്നെ ദേവിയാണ് എന്ന് നമുക്ക് എടുക്കാം. ഏതുപോലെ ഇപ്പോൾ വിശ്വരൂപമൊക്കെ നമ്മൾ പറയില്ല, അതുപോലെ സൃഷ്ടിയാണ് ദേവിയുടെ സ്വഭാവം. സ്വഭാവം ചോദിച്ചുല്ലോ, സൃഷ്ടിയാണ് സ്വഭാവം. എന്താ സ്വരൂപം? ജഗന്മൂർത്തി, അതായത് വിശ്വം മുഴുവൻ ദേവിയുടെ സ്വരൂപമാണ്. പിന്നെ പല എന്താണ് സാത്വിക്കാവും ചിലപ്പോൾ, രാജസിക്കാവും ചിലപ്പോൾ, താമസിക്കാവും ചിലപ്പോൾ.
പക്ഷേ ജഗന്മൂർത്തിയാണ്, അതാണ് സ്വരൂപം, ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. എന്നാൽ എങ്ങനെ ഉണ്ടായി വെച്ചാൽ ശരിക്കും നിത്യമാണ്. പക്ഷേ ഭഗവാന്റെ ശക്തി പുറത്തേക്ക് കാണുമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെയോ എന്താ കർമ്മം ചോദിച്ചില്ലേ? സൃഷ്ടി, ജഗത് സൃഷ്ടി. എന്താ സ്വഭാവം? സർവവ്യാപിത്വം. അപ്പം എല്ലാം ആൻസർ ചെയ്തു ഇല്ലേ? സ്വരൂപം വിശ്വാകാരം. എങ്ങനെ ഉണ്ടാവണില്ല, നിത്യമാണ്. എന്താണ് ഭഗവതിയുടെ കർമ്മം? ജഗത്ത് സൃഷ്ടിക്കലാണ്. എന്താ സ്വഭാവം? സർവവ്യാപിത്വം. മറ്റത് പറഞ്ഞിട്ടില്ല അപ്പം അതിലെ സ്വഭാവത്തിൽ. അതിഞ്ഞ് വരും. ഓരോ മഹാകാളിയാവുമ്പോൾ എന്താണ് സ്വഭാവം? താമസിക്കാണേ. പിന്നെ മഹാലക്ഷ്മി ആകുമ്പോൾ രാജസിക്കാണ്, സരസ്വതി ആകുമ്പോൾ സാത്വിക്കാണ്. അതൊക്കെ ഇനി വരും. അപ്പോൾ ഇതിലത് പറഞ്ഞിട്ടില്ല. പക്ഷെ ആദ്യം ചോദ്യത്തിൽ അതൊക്കെ ഉണ്ട്. ഇനി നമുക്ക് 48 വായിച്ച് നമുക്ക് 49 നമുക്ക് പോവാം. ഓക്കെ. 48. നിത്യൈവ സാ ജഗത്സൂരിസ്തയാ സർവമിദം തതം തഥാപി തത് സമുത്പത്തിർ ബഹുധാ ശ്രൂയതാം മമ. അപ്പോൾ ഞാൻ അത് പലതരത്തിലുണ്ട്, എന്നിൽ നിന്നും അത് പല പ്രകാരത്തിലും കേട്ടോളൂ എന്ന് പറയും, വിസ്തരിച്ച് പറയുന്നുണ്ടല്ലോ. 49. ദേവാനാം കാര്യസിദ്ധ്യർത്ഥം ആവിർഭവതി സായദ ഉത്പന്നേതി തദാ ലോകേ സാ നിത്യാപ്യഭിധീയതേ. ഇൻട്രസ്റ്റിംഗ് ആണ്. എന്താ അറിയോ? ഈ ജനനമരണങ്ങളില്ലാത്ത ദേവി ഉദ്ഭവിച്ചു എന്ന് പറയണതിന് എന്താ അർത്ഥം? നിത്യമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ നിത്യമായിട്ടുള്ള ദേവിക്ക് എന്നുള്ള ആളൊക്കെ എവിടെ ജനനം മരണം എന്ന് പറയുന്നതിന് അർത്ഥമില്ല. പക്ഷേ സാ നിത്യയാണെങ്കിൽ പോലും ദേവാനാം കാര്യസിദ്ധ്യർത്ഥം, ദേവന്മാരുടെ കാര്യസാധ്യത്തിനായിട്ട് യഥാ ആവിർഭവതി അവിടെ ഉണ്ട്. പക്ഷേ ആവിർഭവതി പറഞ്ഞാൽ എപ്പോഴാണ് പ്രത്യക്ഷപ്പെടണമെന്ന്. യഥാ ആവിർഭവതി പറഞ്ഞാൽ എപ്പോൾ പ്രത്യക്ഷപ്പെടുന്നവോ, അല്ല ജനിക്കല്ല, അവിടെ ഉണ്ട്. എപ്പോൾ പ്രത്യക്ഷപ്പെടുന്നുവോ തഥാ ലോകെ, അപ്പോൾ ലോകത്തിൽ സാ ഉത്പന്ന ഇതി അഭിധീയത, അപ്പം അവൾ ഉത്ഭവിച്ചു എന്ന് പറയണമെന്നേ ഉള്ളൂ. ശരിക്കും ഉത്ഭവമൊന്നുമല്ല. ഷീ ഈസ് ഓൾവേസ് ദെയർ. ജഗദ്രൂപായിട്ടുണ്ട്, ഓൾ പെർവേഡിങ് ആയിട്ട്, സർവ്വവ്യാപിയായിട്ടുണ്ട്. പക്ഷേ സൂക്ഷ്മ രൂപത്തിലാണ്, ആർക്കും കാണാൻ പറ്റില്ല, എത്ര ഭക്തർക്കും അല്ലേ. പക്ഷേ ദേവകാര്യങ്ങൾ സാധിക്കാൻ ദേവന്മാർ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദേവന്മാരെ രക്ഷിക്കാനായിട്ട് പ്രത്യക്ഷത്തിൽ വന്നു. അതാണ് പ്രത്യക്ഷപ്പെട്ടു. അതിനെ ആൾക്കാർ എന്ത് പറയണു? അവൾ ഉത്ഭവിച്ചു എന്നൊക്കെ പറയണു. അതായത് പ്രത്യക്ഷപ്പെടുന്നതിനെയും അപ്രത്യക്ഷപ്പെടുന്നതിനെയും, അല്ലെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെയും പറയാം, ആവിർഭാവവും തിരോഭാവവും. ആവിർഭാവം വെച്ചാൽ പ്രത്യക്ഷപ്പെടുക, തിരോഭാവം പറഞ്ഞാൽ അപ്രത്യക്ഷാവുക. അപ്പോൾ അതിനെയാണ് ഉൽപ്പത്തി നാശം എന്നൊക്കെ നമ്മൾ പറയണത്. ശരിക്കും നിത്യമാണ്. നിത്യയായ ദേവിക്ക് ഉദ്ഭവം അങ്ങനെ വയ്ക്കുമോ? അങ്ങനെ വയ്യല്ലോ. ദേവന്മാർക്ക് വേണ്ടി പ്രത്യക്ഷമാവുമ്പോൾ നമ്മൾ എന്ത് പറയും? ഓ, ദേവി അവതരിച്ചു, ഉദ്ഭവിച്ചു, ആവിർഭവിച്ചു എന്നൊക്കെ പറയും. ദേവന്മാർക്ക് വേണ്ടി ദേവി പ്രത്യക്ഷപ്പെടുമ്പോൾ ജഗത്തിനെ രക്ഷിക്കാൻ പ്രത്യക്ഷപ്പെടണു, അല്ലെങ്കിൽ ആവിർഭവിക്കണു, ഉത്ഭവിക്കണു. ഉദ്ദേശം കഴിഞ്ഞാൽ തിരോഭവിക്കണു, കാണാനില്ലാണ്ട് അപ്രത്യക്ഷമാവണു. അത് ശരിക്കും വരച്ച് നോക്കൂ. 12-ാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട്. ഈ അവസാനം 12-13 അല്ല അവസാനത്തെ അധ്യായങ്ങൾ. അതിൽ പറയുന്നുണ്ട് ആ ഒരു ശ്ലോകം ഉണ്ട്. ഏവം ഭഗവതീ ദേവി സാ നിത്യാപി പുനഃ സംഭൂയ കുരുതേ ഭൂപ ജഗത പരിപാലനം. പിന്നെയും പിന്നെ ഇങ്ങനെ ആവിർഭവിക്കും തിരോഭവിക്കും ചെയ്യണ്ടെന്നേ. അങ്ങനെയാണ്, എപ്പോഴുള്ള ശക്തിയാണ്. പക്ഷെ പ്രത്യക്ഷപ്പെടുന്നു, അപ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെ ആവാലോ. അതാണ് ഇതിൽ പറഞ്ഞ. അല്ലാണ്ട് ഉത്ഭവം എന്ന് പറയുന്നുണ്ട്. നമ്മൾ പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മൾ ഉത്ഭവിച്ചു പറയും, അപ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മൾ തിരോഭവിച്ചു എന്ന് പറയുന്നേ ഉള്ളൂ. ശരിക്ക് അങ്ങനെയല്ല, അത് പറയുകയാണ്, നിത്യമാണ് എന്ന് പറഞ്ഞു. 49. അപ്പം നമ്മൾ വെറുതെ ഈ ആവിർഭവിക്കണേനും തിരോഭവിക്കണേനാണ് ഉൽപ്പത്തി നാശം എന്നൊക്കെ പറയണമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. നിത്യമാണെങ്കിൽ പോലും അങ്ങനെ കാണും, പിന്നെ കാണാണ്ടേ എന്ന് പറയുമ്പോൾ അങ്ങനെ പറയാലോ. അതുകൊണ്ട് ദേവാനാം കാര്യസിദ്ധ്യർത്ഥം ആവിർഭവതി
സാ യഥാ ഉത്പന്നേതി തഥാ ലോകേ സാ നിത്യാപ്യഭിധീയതേ. അതുകൊണ്ട് നിത്യാണെന്ന് പറയണു. ഇനി 50, 51 ഒന്നിച്ച് ചെയ്യാണ് കുറച്ചുകൂടി നല്ലത്. യോഗനിദ്രാം യഥാ വിഷ്ണുർ ജഗത്യേകർണാവീകൃതേ ആസ്തീര്യശേഷമഭജത് കൽപ്പാന്തേ ഭഗവൻ പ്രഭു തദാദ്വാവസുരൗ ഘോരൗ വിഖ്യാതൗ മധുകൈടഭൗ വിഷ്ണുകർണമലോദ്ഭൂതൗ ഹന്തും ബ്രഹ്മാണമുദ്യതൗ. അതെ, 50, 51 ഞാനിപ്പോൾ വായിച്ചു കേട്ടോ. അപ്പോൾ അതിൽ കൽപ്പാന്തേ ജഗതി ഏകാർണവീകൃത, അതായത് ഈ കൽപ്പാന്ത പ്രളയത്തിൽ, അതായത് ബ്രഹ്മാവിൻ്റെ ഒരു പകല് കഴിയണേൻ്റെ, ആ പകല് കഴിഞ്ഞാൽ പിന്നെ ഒരു രാത്രി ഉറങ്ങണമല്ലോ. അപ്പോൾ ആ ബ്രഹ്മാവിൻ്റെ ഒരു പകല് കഴിഞ്ഞാൽ അനവധി കൊല്ലങ്ങളാണ്, നമ്മളെ കൊല്ലമായിട്ട് ദേവവർഷങ്ങളാണല്ലോ. അപ്പോൾ 1000 ചതുർയുഗമാണ് ഒരു പകല്, 1000 ചതുർയുഗം ഒരു രാത്രിയും. അപ്പോൾ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 2000 ചതുർയുഗമാണ് കേട്ടോ. ആലോചിച്ചോളൂ, ഒരു ചതുർയുഗം എന്ന് പറഞ്ഞാൽ ഈ 4 യുഗം കഴിയണം. അതിനെ 12000 എത്രയോ വർഷമാണ്. അപ്പം അങ്ങനെ 1000 ചതുർയുഗമാണ് ബ്രഹ്മാവിൻ്റെ പകല കേട്ടോ. അപ്പം അങ്ങനെ 1000 ചതുർയുഗം കഴിഞ്ഞപ്പോൾ, അതിനാണ് കൽപ്പാന്ത പ്രളയത്തിൽ ജഗത്ത്, ഈ ലോകം മുഴുവൻ പ്രളയജലത്തിൽ മുങ്ങി. ശരിക്കും 7 സമുദ്രമുണ്ട്. ആ 7 സമുദ്രവും ഒന്നായി ഒരൊറ്റ സമുദ്രമായി. മീൻസ് എല്ലാം കൂടി ഒരു വെള്ളം, ഒരു ജലാശയം ഭൂമി മുഴുവൻ. ആ 7 സമുദ്രങ്ങൾ നമ്മൾ പറയുമല്ലോ സപ്തസാഗരങ്ങൾ എന്നൊക്കെ. ആ സപ്തസാഗരങ്ങളൊക്കെ ഈ കൽപ്പാന്ത പ്രളയത്തിൽ, ബ്രഹ്മാവിൻ്റെ ഒരു രാത്രി കഴിയണ ആ പ്രളയത്തിൽ, പിന്നെ ഒരു രാത്രി മുഴുവനെ പ്രളയമായിട്ടിരിക്കുകയാണ്. പിന്നെ പിറ്റേ ദിവസം ആദ്യം സൃഷ്ടി തുടങ്ങുക. അപ്പോൾ ആ പ്രളയത്തിൽ എല്ലാ സമുദ്രങ്ങളും ഒന്നായിട്ട് ഒരൊറ്റ സമുദ്രമായി തീർന്നപ്പോൾ എന്താ, ഭഗവാൻ പ്രഭുഹു വിഷ്ണു ഭഗവാൻ ശേഷം ആസ്ഥീര്യ, അനന്തൻ പാമ്പിനെ ഒരു കിടക്കയാക്കിയിട്ട്, അനന്തൻ പാമ്പിനെ മെത്തയാക്കിയിട്ട്, യഥാ യോഗനിദ്രാം അഭജത്, എപ്പോഴാണ് യോഗനിദ്രയെ പ്രാപിച്ചത്, തഥാ അപ്പോൾ വിഷ്ണു കർണമലോദ്ഭൂതവും, അപ്പോൾ വിഷ്ണുവിൻ്റെ കർണത്തിൽ, ചെവിയിലത്തെ വാക്സിന്ന്, കർണമലം എന്ന് പറഞ്ഞാൽ ചെവിയിലത്തെ വാക്സിനാണ് പറഞ്ഞത് കേട്ടോ. ആ വാക്സിൽ നിന്ന് അതിന്ന് ഉണ്ടായവരായി. ആരാണ്ടായത്? ആ ഭഗവാൻ യോഗനിദ്രയിലുള്ള ഭഗവാൻ. അപ്പോൾ നിദ്രയാണ്, കാരണം ഇനി ഹോൾ 1000 ചതുർയുഗമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഭഗവാനും നിദ്രയിലാണ്. അപ്പോൾ ആ സമയത്ത് ഭഗവാന്റെ ഈ ചെവിയിലത്തെ വാക്സിന്ന് ഉണ്ടായവരായിട്ട് ആരാ? ഘോരവും വിഖ്യാതവും മധുകൈടഭവും, ഘോരന്മാരും പ്രസിദ്ധരും ഭയങ്കരന്മാരുമായിട്ടുള്ള മധു കൈടഭൻ എന്ന അസുരവും, 2 അസുരന്മാർ ബ്രഹ്മാണം ഹന്തുമുദ്യതവും, ബ്രഹ്മാവിനെ വധിക്കാൻ ഒരുമ്പെട്ടു വന്നു. അതാണ് എന്താ അറിയോ, ബ്രഹ്മാവിൻ്റെ ഒരു പകലിൻ്റെ അവസാനം, അതായത് 1000 ചതുർയുഗത്തിന് ശേഷം കൽപ്പാന്ത പ്രളയത്തിൽ ലോകം മുഴുവനും ഒരു സമുദ്രമായി തീർന്നു. അപ്പോൾ ഈ എന്താ ഉണ്ടായത്, ഈ കർണമല എങ്ങനെ ഉണ്ടാവണമെന്ന് പറയുന്നുണ്ട് ഒരു വ്യാഖ്യാനത്തിൽ. എന്താ അറിയോ, ഈ കൂറ്റനായിട്ടുള്ള ഭയങ്കര തിരമാലകളിൽ പെട്ടിട്ട് ഭൂമി അങ്ങോട്ട് ഭൂമി അലിഞ്ഞ് കലങ്ങി. എന്നിട്ട് ആ ഒരു സെറ്റിൽ ചെയ്യുമല്ലോ, നമ്മളെ ഇങ്ങനെ ഭൂമിയൊക്കെ അലിഞ്ഞ മണ്ണൊക്കെ സെറ്റിൽ ചെയ്യില്ലേ അടിയിൽ. അപ്പോൾ ഭൂമി കലങ്ങി അലിഞ്ഞപ്പോൾ എന്തായി, ആ ഭഗവാന്റെ ചെവിയിൽ ആ സെറ്റിൽ ചെയ്തു ആ മണ്ണോ എന്താ വെച്ചാൽ അതൊക്കെ അടിഞ്ഞു. അതാണത്ര. അപ്പോൾ എനിക്കൊരു കോള് വന്നു കേട്ടോ, സോറി. ഡോക്ടേഴ്സ് ഓഫീസാണ്, എനിക്കപ്പോൾ എടുക്കാതെ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ എടുത്തു അത്. അപ്പോൾ അയ്യോ എന്താ പറഞ്ഞ അപ്പോൾ എങ്ങനെയാണ് ഈ കർണമലം വന്നത് വെച്ചാൽ, ഈ പ്രളയത്തിലത്തെ വെള്ളത്തിൻ്റെ ശക്തിയായിട്ട് അടിക്കണ വെള്ളത്തിൽ ഈ ഭൂമി കലങ്ങിയിട്ട് ഭഗവാന്റെ ചെവിയുടെ ഉള്ളിൽ ഈ മണ്ണും ഇതൊക്കെ സെറ്റിൽ ചെയ്തു. അതാണ് അത്ര കർണമലം. അതിൽ നിന്നാണ് ഈ മധു കൈടഭൻ എന്നുള്ള പ്രസിദ്ധരായിട്ടുള്ള അസുരന്മാരുണ്ടായത്. അത് മാത്രമല്ല, അവർ വന്നു എന്നല്ല,
അപ്പോൾ അല്ല, അങ്ങനെ കർണമല ഉണ്ടായിട്ടോ, ഈ വാക്സ് ഉണ്ടായി. അപ്പോൾ ഭഗവാൻ അത് കൈകൊണ്ട് തോണ്ടിയിട്ട് താഴത്തേക്ക് ഇട്ടു, വെള്ളത്തിലേക്ക് ഇട്ടു. അതിൽ നിന്നാണ് ഉണ്ടായത്. ഭഗവാൻ അതിനെ കൈകൊണ്ട് അങ്ങോട്ട് എടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ടു. അപ്പോൾ അത് ഭഗവാന്റെ കരസ്പർശം ഏറ്റുമല്ലോ അതിനെ. എന്നിട്ട് പിന്നെ ബാക്കി ഈ പഞ്ചഭൂതങ്ങളൊക്കെ ശക്തി കൊണ്ട് എന്തായി, അത് ലൈവായി എന്നാണ്. അതായത് അപ്പോൾ ഭൂമിയാണല്ലോ മല ആയതിപ്പോൾ. അപ്പോൾ അതിൽ നിന്ന് പഞ്ചഭൂതങ്ങളൊക്കെ ഉണ്ടായി. എന്നിട്ട് എന്താ, ഈ പഞ്ചഭൂതങ്ങളൊക്കെ ചേർന്നിട്ടാണ് ഇതിൽ നിന്നാണ് അത്രേ 2 അസുരന്മാരുണ്ടായത്. അപ്പോൾ പിന്നെ ഈ വാക്സ് എന്ന കർണമലത്തുനിന്ന് ആയതുകൊണ്ടാണ് അവർക്ക് അസുര സ്വഭാവം ഉണ്ടായതെന്ന്. അതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ ഈ പിന്നെ വ്യാഖ്യാനങ്ങൾ വായിച്ചപ്പോഴത് മനസ്സിലായത്. അപ്പോൾ അങ്ങനെയാണ് അത്ര. അപ്പം മധു എന്നുള്ളതിന് 2 അർത്ഥം പറയുന്നുണ്ട് കേട്ടോ. എന്താ അറിയോ, മധുവും കൈടഭൻ എന്ന് വെച്ചാൽ 2 ദുഷ്ടന്മാരാണ്. പിന്നെ എന്താണ്, പരാക്രമികളാണ്. പിന്നെ എന്താ പറയുക, അസുര സ്വഭാവമുള്ളവരൊക്കെയാണ് കേട്ടോ. 2 അർത്ഥം ഉണ്ട് അത്രയും മധു എന്നുള്ളതിന്. ഒന്ന് നല്ല സോഫ്റ്റായിട്ടുള്ള മധുരം, സോഫ്റ്റ് എന്നൊക്കെ. പിന്നെ ഒന്ന് നല്ല ഞാൻ നല്ല ശൂരനാണ് എന്നുള്ള അഹങ്കാരമുള്ളവൻ എന്നർത്ഥം ഉണ്ട് അത്രേ. കൈടഭൻ എന്ന് പറഞ്ഞാൽ ശരിക്കും കഠിന ഹൃദയൻ അല്ലെങ്കിൽ കഠിനമായവൻ എന്നൊക്കെയാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ കഠിനമായ, അതായത് കീടഭം എന്ന് പറഞ്ഞാൽ കർണമലത്തിന് വാക്സിന് കീടഭം എന്നൊരു വാക്കുണ്ട് അത്ര, കീടഭം. അപ്പോൾ ആ കീടഭത്തിൽ നിന്നുണ്ടായതുകൊണ്ട് കൈടഭൻ എന്ന പേര് വരാമെന്നും ആവാം. പിന്നെ ഈ ഇങ്ങനെ ഒരു കഠിന സ്വഭാവമുള്ള ആളെന്നൊക്കെ അർത്ഥമുണ്ടെന്നൊക്കെ ഞാൻ വായിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അത് ഷെയർ ചെയ്യണമെന്ന് മാത്രം. അങ്ങനെ മധുകൈടഭന്മാർ അതിൽ നിന്നാണ് ഉണ്ടായത്. എന്നിട്ടോ ഉണ്ടായിന്ന് മാത്രമല്ലേ, ബ്രഹ്മാണം ഹന്തുമുദ്യതവും, ബ്രഹ്മാവിനെ വധിക്കാൻ ഒരുമ്പിട്ട് വരികയും ചെയ്തു. ബ്രഹ്മാവ് രാത്രിയാണ് ഉറങ്ങാൻ കിടക്കല്ലേ, ഭഗവാൻ യോഗനിദ്രയിലും. അപ്പോൾ ഈ പ്രളയം ബ്രഹ്മാവിൻ്റെ ഉറക്കത്തിൻ്റെ സമയത്ത് ബ്രഹ്മാവിനെ വധിക്കാൻ വരുമ്പോഴാണ് വന്നത്. ആരെ? ഈ മധുകൈടഭന്മാരെ. ഈ കർണമലത്തുനിന്ന് ഉണ്ടായതുകൊണ്ടാണ് അസുര സ്വഭാവം എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ കുറച്ചും കൂടി നന്നാട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാലോ, നമ്മുടെ ജീവിതത്തിലിപ്പോൾ നമ്മൾ എന്താ പറയുക, കമ്പയർ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തോന്നില്ല. അതായത് നല്ല അറ്റ്മോസ്ഫിയറിലും എൻവിറോൺമെൻറ്റിലും വളർന്നാൽ നന്നാവാൻ എളുപ്പമുണ്ടല്ലോ അല്ലേ. ചീത്ത ഇതിൽ വളർന്നാൽ ചീത്തയെ കൊള്ളുന്നില്ല, ചീത്തയാവാൻ എളുപ്പമുണ്ട്. അതുപോലെ ഇത് ഈ കർണമലത്തു നിന്നാണ് വാക്സിനല്ലേ ഉണ്ടായത്. അതുകൊണ്ടാണ് അസുര സ്വഭാവം എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അതാണ് ഇപ്പോൾ ഈ 2 ശ്ലോകത്തിൽ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ പിന്നെ 1000 ചതുർയുഗത്തിന് ശേഷം കൽപ്പാന്ത പ്രളയത്തിൽ ലോകം ഒറ്റ സമുദ്രമായി. അപ്പോൾ ഈ കൂറ്റൻ ആയിട്ടുള്ള തിരമാലകളിലൊക്കെ വിട്ട് ഈ അപ്പോൾ കർണമല ഉണ്ടായി ഭഗവാന്റെ ഇതിൽ. അതെങ്ങനെയാ വെച്ചാൽ ഭൂമി കലങ്ങി അവിടെ ചെന്ന് അടിഞ്ഞതാണെന്ന് പറഞ്ഞു. അതിന്ന് എന്താണ്, ഭഗവാൻ തൊട്ട് താഴത്തേക്ക് ഇട്ടു പറഞ്ഞുല്ലോ. അപ്പോൾ ഭഗവാന്റെ കരസ്പർശം കൊണ്ടും പഞ്ചഭൂതങ്ങളുണ്ടായി. പിന്നെ അതിൻ്റെ പഞ്ചഭൂതങ്ങളൊക്കെ ചേർത്ത്, നമ്മളെല്ലാവരുടെയും ഭൂമി പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണല്ലോ. അപ്പോൾ ഈ അസുരൻ്റെ അതെ പഞ്ചഭൂതങ്ങളും ഈ ഭഗവാന്റെ കരസ്പർശം കൊണ്ടാണ് ജീവൻ ഉണ്ടായത്. ഭഗവാന്റെ സ്പർശം ഇല്ലെങ്കിൽ ജീവനില്ലല്ലോ, ജഡാണല്ലോ. അപ്പോൾ ഭഗവാന്റെ കരസ്പർശം ഉണ്ടായില്ലോ, തോണ്ടി താഴത്തേക്ക് ഇട്ടപ്പോൾ അത് കാരണം, ആ സ്പർശം കാരണം ചൈതന്യം ഉണ്ടായി. എന്നിട്ട് പഞ്ചഭൂതങ്ങളാൽ നമ്മളുടെയൊക്കെ ദേഹം നിർമ്മിക്കപ്പെടുന്ന പോലെ ഈ 2 അസുരന്മാരുണ്ടായി. അവർ പക്ഷേ ബ്രഹ്മാവിനെ, ആസുര സ്വഭാവമായതുകൊണ്ട് ബ്രഹ്മാവിനെ വധിക്കാൻ പുറപ്പെട്ടു എന്ന് പറഞ്ഞ് ഞാൻ ഈ 2 ശ്ലോകം വായിച്ച് ഇന്നത്തെ നിർത്താം. യോഗനിദ്രം യഥാ വിഷ്ണുർ ജഗത്യേകർണാവീകൃതേ ആസ്തീര്യശേഷമഭജത് കൽപ്പാന്തേ ഭഗവൻ പ്രഭു തദാദ്വാവസുരൗ ഘോരൗ വിഖ്യാതൗ മധുകൈടഭൗ വിഷ്ണുകർണമലോദ്ഭൂതൗ ഹന്തും ബ്രഹ്മാണമുദ്യതേ. ഇവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ദുർഗായൈ നമഃ.